കാർഷിക മേഖലയിൽ ഉൾപ്പെടെ സമഗ്ര പദ്ധതിയുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മുൻ എംഎൽഎ ടി.വി. രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 14-ാം പഞ്ചവത്സര പദ്ധതിയിലെ ആദ്യവർഷ പദ്ധതി തയ്യാറാക്കുന്നതിനുള്ള കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തല വികസന സെമിനാറാണ് സംഘടിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് വികസന സെമിനാറിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ ഡിജിറ്റൽ ബ്ലോക്കായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മത്സ്യബന്ധന, ചെറുകിട വ്യവസായ, ആരോഗ്യ, കാർഷിക, പൊതുവിദ്യാഭ്യാസ, വനിതാ വികസന മേഖലയിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് മുൻ എംഎൽഎ ടി.വി. രാജേഷ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഉയർന്ന കൂലി കെട്ടിടനിർമ്മാണ തൊഴിലാളികൾ, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ ഡെയിലി വർക്കേഴ്സ്, ഡെയിലി വേതനം കൊടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അഖിലേന്ത്യാ ശരാശരിയേക്കാൾ 2.5 ഇരട്ടി മുതൽ 3 ഇരട്ടി വരെ കേരളത്തിൽ വേതനം ലഭിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. സെമിനാറിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. ഷാജർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ. സുനിൽകുമാർ, എ.വി. രവീന്ദ്രൻ, എം. ശ്രീധരൻ, എസ്.കെ. ആബിദ, കെ. തമ്പാൻ, സി.പി. ഷിജു, കെ. താഹിറ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.